خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبعد، فيقول المصنف الإمام المجدد الشيخ محمد بن عبد الوهاب رحمه الله في كتابه العظيم كتاب التوحيد: باب قول الله تعالى: يعرفون نعمة الله ثم ينكرونها. قال مجاهد: ما معناه؟ هو قول الرجل: هذا مالي ورثته عن آبائي. وقال عون بن عبد الله: يقولون لولا فلان لم يكن كذا وكذا. وقال ابن قتيبة: يقولون هذا بشفاعة آلهتنا. وقال أبو العباس بعد حديث زيد بن خالد الذي فيه: إن الله تعالى قال: أصبح من عبادي مؤمن بي وكافر. الحديث وقد تقدم، وهذا كثير في الكتاب والسنة، يذم سبحانه من يضيف إنعامه إلى غيره ويشرك به. قال بعض السلف: هو كقولهم كانت الريح طيبة والملاح حاذقا ونحو ذلك مما هو جار على ألسنة كثير. انتهى كلامه، والله أعلم. فيه مسائل: الأولى تفسير معرفة النعمة وإنكارها. الثانية معرفة أن هذا جار على ألسنة كثير. الثالثة تسمية هذا الكلام إنكارا للنعمة. الرابعة اجتماع الضدين في القلب. സഹോദരന്മാരെ, 40-ാമത്തെ അധ്യായമാണ് കിതാബ് തൗഹീദിൽ നിന്ന് ഇനി നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ളത്. ബാബു ഖൗലില്ലാഹി തആല: യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹാ. ഈ അധ്യായത്തിന് മുസന്നിഫ് റഹിമഹുല്ലാഹ് തലവാചകമായി എടുത്തു ചേർത്തിട്ടുള്ളത് സൂറത്തുൻ നഹ്ലിൽ നിന്നുള്ള ഒരു ആയത്താണ്. സൂറത്തുൻ നഹ്ലിൽ നിന്നുള്ള ആയത്താണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് തലവാചകമായി എടുത്തു ചേർത്തിട്ടുള്ളത്. ഖാല മുജാഹിദുൻ. അതിനുശേഷം ആ ആയത്തിന്റെ വ്യാഖ്യാനം മുജാഹിദ് ബിൻ ജബർ അൽ മക്കി മൗല ബനി മഖ്സൂം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നൽകിയിട്ടുള്ള വ്യാഖ്യാനം കൊടുത്തു. പിന്നെ ഔൻ ബിൻ അബ്ദുല്ലാഹ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം കൊടുത്തു. പിന്നെ ഇബ്നു ഖുതൈബ വഹുവ അബൂ മുഹമ്മദ് അബ്ദുല്ലാഹി ബിൻ മുസ്ലിം ഇബ്നു ഖുതൈബ അദ്ദീനവരി ഫഖീഹുൽ ഉദബാ വഅദീബുൽ ഫുഖഹ അദ്ദേഹം നൽകിയിട്ടുള്ള വ്യാഖ്യാനം കൊടുത്തു. അതിനുശേഷം അബുൽ അബ്ബാസ് ഇബ്നു തൈമിയ്യത്ത് റഹിമഹുല്ലാഹ് ഈ വിഷയത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള സൂക്ഷ്മമായ അദ്ദേഹത്തിന്റെ നിരീക്ഷണം എടുത്തു ചേർത്തു. പിന്നെ 4 മസ്അലകൾ, അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന 4 മസ്അലകൾ ഇസ്തിംബാത്ത് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഈ അധ്യായത്തിലുള്ളത്. തലവാചകമായി എടുത്തു ചേർത്തിട്ടുള്ള ആയത്ത് ഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞിട്ടുള്ള ആയത്താണ്. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുന്നതിന് മുമ്പ് മനുഷ്യർക്ക് അവൻ ചെയ്തു കൊടുത്തിട്ടുള്ള ചില നിഅമത്തിന്റെ ഉദാഹരണങ്ങൾ തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ളിലാലൻ
وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൻ നിങ്ങൾക്ക് നിഴലുകൾ അഥവാ നിങ്ങൾക്ക് സുഖമായി വസിക്കാനുള്ള ഷെൽട്ടറുകൾ അവൻ നിങ്ങൾക്ക് നിർമ്മിച്ചു തന്നിട്ടുണ്ട്, സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. വജഅല ലക്കും മിനൽ ജിബാലി അക്നാനൻ, അതുപോലെ തന്നെ മലകളിൽ പർവ്വതങ്ങളിൽ അവൻ നിങ്ങൾക്ക് കൂടുകൾ താമസിക്കാനുള്ള സങ്കേതങ്ങൾ അവൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. വജഅല ലക്കും സറാബീല തഖീകുമുൽ ഹർ വസറാബീല തഖീകും ബഅസകും, അതുപോലെ തന്നെ ഉഷ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ, മൂടുവസ്ത്രങ്ങൾ അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർക്കിടയിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, പരസ്പരം പരാക്രമണം നടത്തുമ്പോൾ ആ പരാക്രമണം തടുക്കുന്നതിനുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന അങ്കികൾ അതും അവൻ നിങ്ങൾക്ക് നിർമ്മിച്ചു തന്നിട്ടുണ്ട്. കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും, ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്ത് നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ലഅല്ലകും തുസ്ലിമൂൻ, നിങ്ങൾ അവന് വഴിപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ വിവിധ സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള നിഅമത്തുകൾ പ്രത്യേകം എടുത്ത് അനുസ്മരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തിനാണ് ഈ നിഅമത്തുകൾ അല്ലാഹു എടുത്തു പറയുന്നത്? ലിതുഷ്കർ, ആ നിഅമത്തുകളെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം, എന്നിട്ട് അല്ലാഹുവിനോട് ശുക്ർ കാണിക്കുകയും ചെയ്യണം. ഒരു നിഅമത്ത് അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു നിഅമത്തിന് ശുക്ർ കാണിക്കേണ്ടത് ആദ്യം ആ നിഅമത്ത് അംഗീകരിക്കലാണ്. മനസ്സാ ആ നിഅമത്ത് അംഗീകരിക്കണം, അതിനുള്ള വിശാല മനസ്ഥിതി ഉണ്ടാകണം. ഇത് എന്റെ കഴിവല്ല, ഇത് അല്ലാഹു എനിക്ക് നൽകിയിട്ടുള്ളതായ ദാനമാണ്. അവൻ ഉദ്ദേശിച്ചുവെങ്കിൽ എനിക്കത് നൽകും, അവൻ ഉദ്ദേശിച്ചുവെങ്കിൽ എനിക്കതവൻ മുടക്കും. ഇത് അല്ലാഹുവിന്റെ ദാനം മാത്രമാണ് എന്ന് മനസ്സാ അംഗീകരിക്കാനുള്ള ഹൃദയവിശാലത ആദ്യം അതാണ് ഉണ്ടായിരിക്കേണ്ടത്. രണ്ടാമതായി ആ നിഅമത്തിനെ സംബന്ധിച്ചിടത്തോളം തന്റെ നാവ് കൊണ്ട് എടുത്തു പറയേണ്ടത് ആവശ്യമാണ്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അത് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബ് നിന്നോട് ചെയ്തു തന്നിട്ടുള്ള, നിനക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത് അത് നീ പറയണം, അതിനെക്കുറിച്ച് നീ സംസാരിക്കണം. അത് നാവുകൊണ്ട് അല്ലാഹുവിന് ചെയ്യുന്ന ശുക്റാണ്. മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നത് അത് മനസ്സുകൊണ്ട് കാണിക്കുന്ന ശുക്റാകുന്നത് പോലെ ഈ നിഅമത്തിനെ കുറിച്ച് എടുത്തു പറയുന്നത് ആ നിഅമത്തിന് നാവുകൊണ്ട് ചെയ്യുന്ന ശുക്റാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തനിക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ളത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അന സയ്യിദു വലദി ആദമ വലാ ഫഖർ, ഞാൻ ആദം സന്തതികളുടെ നേതാവായിരിക്കും. വലാ ഫഖർ, ഇത് ഞാൻ ദുരഭിമാനത്തിന് വേണ്ടി പറയുന്നതല്ല, മറിച്ച് അല്ലാഹു ചെയ്ത് തന്നിട്ടുള്ള നിഅമ അത് ശുക്ർ കാണിക്കുന്നതിന് വേണ്ടി ശുക്രിന്റെ ബാബിൽ മാത്രമാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. വബിയദി ലിവാഉൽ ഹംദി വലാ ഫഖർ, എന്റെ കയ്യിലായിരിക്കും അന്ത്യനാളിൽ ലിവാഉൽ ഹംദ്, ഹംദിന്റെ സ്തോത്രത്തിന്റെ ധ്വജം എന്റെ കയ്യിലായിരിക്കും. വലാ ഫഖർ, അത് ഞാനൊരു ദുരഭിമാനത്തിന് വേണ്ടി പറയുന്നതല്ല, മറിച്ച് അല്ലാഹു എനിക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തിന് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമായി, നാവ് കൊണ്ട് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമായി നിഅമ തുഷ്കർ എന്ന മഅനയിലാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് 5 കാര്യങ്ങൾ നൽകപ്പെടുകയുണ്ടായി, അല്ലാഹു നൽകി. ആ 5 കാര്യങ്ങളും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു പ്രവാചകനും അല്ലാഹു നൽകിയിട്ടില്ലാത്തതാണ്. ഇങ്ങനെ ഒരുപാട് നിഅമത്തുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറയുന്നു, അത് റസൂലുള്ളാഹ് ആ നിഅമത്തിനുള്ള നാവ് കൊണ്ടുള്ള ശുക്രിന്റെ ഭാഗമാണ്. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആ നിഅമത്തിന്റെ ഉടമസ്ഥനായ, ആ നിഅമത്തിന്റെ ദാതാവായ അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ വിനിയോഗിക്കുകയും അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ വിനിയോഗിക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള ശുക്രിന്റെ അടുത്ത ഘട്ടം. ഇങ്ങനെ 3 രൂപത്തിലാണ് ഒരു നിഅമത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ശുക്ർ കാണിക്കേണ്ടത്. ഒന്ന്, മനസ്സുകൊണ്ട് ശുക്ർ കാണിക്കണം, അത് ഇഅ്തിറാഫുൻ ബിൽ ഖൽബ്. രണ്ടാമത്തേത് നാവ് കൊണ്ട് ശുക്ർ കാണിക്കണം, അത് നിഅമത്തി റബ്ബിക ഫഹദ്ദിർ, നാവ് കൊണ്ട് ആ നിഅമത്തിനെ സംബന്ധിച്ച് പുകഴ്ത്തി പറയണം. മൂന്നാമത്തേത് ആ നിഅമത്തിന്റെ ഉടമസ്ഥനും ആ നിഅമത്ത് നമുക്ക് നൽകിയിട്ടുള്ള ദാതാവുമായ അല്ലാഹു, അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം അത് വിനിയോഗിക്കുകയും അവൻ ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ അത് വിനിയോഗിക്കാതിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ നിഅമത്ത് അല്ലാഹു ഒരുപാട് ചെയ്ത് തന്നിട്ട് അല്ലാഹു പറയുന്നു, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹ. അവൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ എത്രയാണ് എന്ന് നിങ്ങൾ തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് തിട്ടപ്പെടുത്തുക സാധ്യമല്ല. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഞാൻ ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത്, ആ നിഅമത്ത് അതിന് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, ആ നിഅമത്ത് നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തന്നിരിക്കുന്നു, അത് നിങ്ങൾക്ക് ഞാൻ ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ നൽകിക്കൊണ്ടിരിക്കും. വലഇൻ കഫർതും, മറിച്ച് നിങ്ങൾ ആ നിഅമത്തിന് നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ ഘോരമായിരിക്കും, കഠിനതരമായിരിക്കും എന്ന് നിങ്ങൾ അറിയുക എന്ന്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു നിഅമ, ആ നിഅമത്ത് അല്ലാഹു ഒരിക്കലും അവരിൽ നിന്ന് എടുത്തു മാറ്റുകയില്ല. അവർ ആ നിഅമത്ത് അല്ലാഹു അവർക്ക് മുടക്കം വരുത്തുന്നതിന് കാരണമായ തെറ്റുകുറ്റങ്ങളിൽ അകപ്പെടുന്നതുവരെ ഒരാൾക്ക് നിഅമത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ആ നിഅമത്ത് അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കേണ്ട സന്ദർഭമാണ്. എവിടെയോ എനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ അല്ലാഹുവിനോട് പുലർത്തിപ്പോന്നിരുന്ന തഖ്വ, ഞാൻ അല്ലാഹുവിനോട് പുലർത്തിപ്പോന്നിരുന്ന മുറാഖബ, അല്ലാഹുവിനെ ഞാൻ ചെയ്തു പോന്നിരുന്നതായ ഇബാദത്തുകൾ, ശുക്റുകൾ, അതിൽ എവിടെയോ വീഴ്ച പറ്റിയിട്ടുണ്ട്, കുറവ് പറ്റിയിട്ടുണ്ട്. അതിന്റെ അനന്തരഫലമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിഅമത്ത് എന്നിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നത്. അതൊരു പാഠമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും തെറ്റുകൾ തിരുത്തുവാനുമുള്ള ഒരു സന്ദർഭമായിരിക്കും അത്. ഈ നിഅമത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾ മനസ്സിലാക്കുക ദുനിയാവിലെ സ്വത്ത് എന്ന് മാത്രമാണ്. ഒരിക്കലും അങ്ങനെയല്ല. സ്വത്ത് എന്ന് പറയുന്നത് അത് നിഅമത്തിന്റെ ഏറ്റവും ചെറിയൊരു രൂപമാണ്. അത് ചില സന്ദർഭങ്ങളിൽ നിഅമത്തിന് വേണ്ടിയല്ല, അത് അല്ലാഹു ഒരു പരീക്ഷണത്തിന് വേണ്ടി തന്നെ അത് നൽകുകയും ചെയ്യും. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ. മഹാന്മാരായ അമ്പിയാക്കന്മാർ അവർക്ക് ലഭിച്ചിട്ടുള്ള മാദിയും മഅനവിയുമായ നിഅമത്തുകൾ, ഭൗതികവും ഭൗതികേതരവുമായ നിഅമത്തുകൾ, ആ നിഅമത്തുകളെ കുറിച്ച് അവര് രേഖപ്പെടുത്തിയിട്ടുള്ള അവരുടെ നിരീക്ഷണം, ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഇത് അല്ലാഹു എനിക്ക് നൽകിയിരിക്കുന്നത് ലിയബ്ലുവനി, എന്നെ പരീക്ഷിച്ചു നോക്കുന്നതിന് വേണ്ടിയാണ്. അശ്കുറു അം അക്ഫുർ, ഈ നിഅമത്തുകൾ ലഭിക്കുമ്പോൾ ഞാൻ നന്ദി കാണിക്കുമോ അതല്ല ഞാൻ നന്ദി കേട് കാണിക്കുന്നുവോ എന്നുള്ളത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള നിഅമത്താണെങ്കിലും
നിഅമത്തിലെ ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള, അവൻ മഹബ്ബത്തിന്റെ പുറമെ മവദ്ദത്തും അതുപോലെ തന്നെ ഹുല്ല, സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നത പടിയായിരിക്കുന്ന ഹുല്ലത്ത് നൽകിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ഇൽമ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ള ആ അനന്തര സ്വത്ത്, അത് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിഅമത്ത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരാൾക്ക് അല്ലാഹു ഒരു പരീക്ഷണമല്ല, ആത്യന്തികമായി ഖൈറാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അയാൾക്ക് സ്വത്ത് കൊടുത്തു, അല്ലെങ്കിൽ സമ്പത്ത് കൊടുത്തു, ശാരീരിക ശേഷി കൊടുത്തു, കായികമായിട്ടുള്ള ശേഷി കൊടുത്തു, ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ കൊടുത്തു, ഇതൊന്നും അല്ല അല്ലാഹു കൊടുക്കാൻ പോകുന്നത്. ഇതൊക്കെ പരീക്ഷണത്തിന്റെ ഉപാധികളാണ്. മറിച്ച് ആത്യന്തികമായി ഖൈറാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അല്ലാഹുവിന്റെ ദീനിൽ അയാൾക്ക് അവഗാഹം നൽകും, അയാൾക്ക് അറിവ് നൽകും, അയാൾക്ക് പാണ്ഡിത്യം നൽകും. ഇൽമു എന്ന് പറയുന്നത് അത് മുറാദുൻ ബിനഫ്സിഹി. ഇൽമു രണ്ട് തരത്തിലുള്ള ഇൽമുകളുണ്ട്. വസീലായിട്ടുള്ള ഇൽമുണ്ട്, ഗായത്തായിട്ടുള്ള ഇൽമുണ്ട്. മാർഗം അല്ലെങ്കിൽ ഉപാധി എന്ന നിലയ്ക്ക് കാണേണ്ട ചില ഇൽമുണ്ട്. മാർഗം, ഉപാധി, വസീലയല്ലാത്ത ഗായ, ലക്ഷ്യമായിട്ടുള്ള ഇൽമു പോലുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അറിയുക, അവന്റെ അസ്മാഉകൾ, അവന്റെ പേരുകൾ അറിയുക, അവന്റെ സിഫാത്തുകൾ, അവനെ കുറിച്ചുള്ള വർണ്ണനകൾ അറിയുക, അവന്റെ അഫ്ആലുകൾ മനസ്സിലാക്കുക, അവന്റെ മഹത്വം മനസ്സിലാക്കുക, ഈ കാര്യങ്ങൾ അല്ലാഹുവിനെ അറിയുക. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു അടിയാൻ തന്റെ റബ്ബിനെ അറിയുക എന്നുള്ള മഅരിഫ, ആ അറിവ്, അത് മുറാദത്തുൻ ബിദാതിഹാ, അത് വസീലയല്ല, അത് ഗായത്താണ്, അത് ലക്ഷ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അലം തഅലമു, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, ആകാശഭൂമികളിലുള്ള എല്ലാം അവനുള്ളതാണ്. ആയത്ത് അവസാനിപ്പിക്കുന്നിടത്ത് വലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം തന്നെ സംവിധാനിച്ചിട്ടുള്ളത്? അല്ലാഹു നിങ്ങളിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഗ്രന്ഥങ്ങൾ ഇറക്കി തന്നിട്ടുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതം നൽകിയിട്ടുള്ളത്, ജീവിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്, എല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത് ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്. അല്ലാഹനെ അറിയുക, മഅരിഫത്തുല്ലാഹ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകൾ അറിയുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ, അവന്റെ സിഫാത്തുകൾ അറിയുന്നതിന് വേണ്ടിയാണ്. അതിനാൽ മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു അടിയാൻ തന്റെ റബ്ബിനെ അറിയുക എന്നുള്ള ആ ഇൽമ്, അത് മുറാദത്തുൻ ബിദാതിഹാ, അത് ഒരു ലക്ഷ്യമാണ്, അതൊരു മാർഗമല്ല. അതൊരു ലക്ഷ്യം തന്നെയാണ്, അതൊരു മാർഗമല്ല. ഇൽമ് രണ്ട് തരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉലമാഉൽ ഇസ്ലാം അൽ ഇൽമു ശർഈ, ശർഈയായ ഇൽമിനെ രണ്ട് ഖിസ്മാക്കിയിട്ട് വിഭജിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇൽമ് ഒന്ന് വസീലയായ ഇൽമുണ്ട്, മറ്റൊന്ന് ഗായത്തായ ഇൽമുണ്ട്. ഗായത്തായ ഇൽമ് ഏതാണ്? അത് ഗായത്താണ് എന്നതിന്റെ തെളിവെന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഗായത്തായ ഇൽമ് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയുക.
അവന്റെ അസ്മാകളിലൂടെ, അവന്റെ സിഫാത്തുകളിലൂടെ, അവന്റെ അഫ്ആലുകളിലൂടെ, അവന്റെ ആയാത്തും ബയ്യിനാത്തുകളിലൂടെ അവൻ അറിയുക എന്നുള്ള ആ ഇൽമ് അത് മുറാദത്തുൻ ബിദാതിഹാ വലൈസത്തു വസീല ബൽ ഹിയ ഗായ. അത് വസീലയല്ല, അത് ഗായത്താണ്, അതൊരു ലക്ഷ്യം തന്നെയാണ്. ഈ ഇൽമാണ് അല്ലാഹു ഒരാൾക്ക് കൊടുക്കുന്നതിലെ ഏറ്റവും സ്വാഫിയായ, പരിശുദ്ധമായ, കലർപ്പില്ലാത്ത, പിന്നെ തിളക്കം മങ്ങിപ്പോകാത്ത നിഅമത്ത് അതാണ്. അതുകൊണ്ട് തന്നെ അമീറുൽ മുഅ്മിനീൻ ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് റഹിമഹുല്ലാഹ് كان إذا نسي الحديث بكى. كان إذا نسي الحديث بكى. ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ വർണ്ണിക്കാറുള്ളത് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അത് പഠിക്കുകയും ക്രോഡീകരിക്കുകയും അതിന്റെ വകതിരിക്കുകയും സഹീഹും ദഈഫും വേർതിരിക്കുകയും അതിന്റെ മസായിലുകൾ പരിശോധന ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ. അദ്ദേഹം ഒരു ഹദീസ് പഠിച്ചിട്ട് പിന്നെ വല്ലപ്പോഴും അദ്ദേഹത്തിന് അത് കൈമോശം സംഭവിച്ചു പോയാൽ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത് പിന്നെ ഓർക്കാൻ കഴിയാതെ മറന്നുപോയാൽ കാന ഇദാ നസിയൽ ഹദീസ് ബക, അദ്ദേഹം കരയുമായിരുന്നു. ആ നിഅമത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിൽ എവിടെയോ തനിക്ക് ഒരു പാളിച്ചുണ്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് എന്നിൽ നിന്ന് എടുത്തു മാറ്റില്ലല്ലോ എന്നോർത്തുകൊണ്ട് അദ്ദേഹം കരയാറുണ്ടായി. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത് അപാരമാണ്, എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ആ നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ അല്ലാഹു നമുക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു തരും. ആ നിഅമത്തിന് നമ്മൾ നന്ദി കാണിക്കുന്നില്ലെങ്കിൽ അല്ലാഹു നമ്മെ ശിക്ഷിക്കും, ഘോരമായി ശിക്ഷിക്കും. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിഅമത്ത് പിൻവലിക്കപ്പെട്ടാൽ അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ സാരമായ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ സാരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. തിരുത്താനുള്ള ഒരു സിഗ്നലായിട്ടാണ് അതിനെ പരിഗണിക്കേണ്ടത്. എന്നാൽ ഇങ്ങനെ അപാരമായ നിഅമത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തതിന് ശേഷം ആ നിഅമത്തുകളെ പിന്നീട് നിഷേധിക്കുകയും കുഫ്റാനുൻ നിഅമ, അതിനെ നിഷേധിക്കുന്ന ചില ആളുകളുണ്ട്. ആ നിഅമത്തുകളെ നിഷേധിക്കുക മാത്രമല്ല, ആ നിഅമത്ത് മറ്റു ചിലരിലേക്ക് ചേർത്ത് പറയുകയും ചെയ്യും. അത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. നിഅമത്ത് അല്ലാഹ് ചെയ്തു തരുന്നു, പക്ഷെ ആ നിഅമത്ത് അല്ലാഹ് ചെയ്തു തന്നു എന്നതിന് പകരം മറ്റേതെങ്കിലും വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളിലേക്ക് അതിനെ ചേർത്ത് പറയുകയും ചെയ്യുന്നു. അത് ശിർക്കാണ്, ശിർക്കുൻ അസ്ഗറെങ്കിലുമാണ്. ഏറ്റവും ചുരുങ്ങിയത് അത് ശിർക്കുൻ അസ്ഗറാണ്. ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: യഅരിഫൂന നിഅമത്തല്ലാഹ്, യഅരിഫൂന നിഅമത്തല്ലാഹ്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തിട്ടുള്ള നിഅമത്തിനെ അറിയുന്നു. അല്ലാഹു അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള നിഅമത്തുകളെ അവർക്കറിയാം. പക്ഷേ സുമ്മ യുൻകിറൂനഹ, പിന്നീട് ആ നിഅമത്തിനെ അവർ തന്നെ നിഷേധിക്കുന്നു. വഅക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ ഭൂരിഭാഗം ആളുകളും കുഫ്റിലാണ്. ചിലര് വലിയ കുഫറിൽ തന്നെ അകപ്പെടും, ആ അവസ്ഥയിലേക്ക് വരെ എത്തും. ചിലര് കുഫ്റുൻ ദൂന കുഫ്ർ, കുഫ്റാനുൻ നിഅമ, നിഅമത്തിനെ നിഷേധിക്കുന്ന കുഫറുൻ ദൂന കുഫറിലെങ്കിലും അവരകപ്പെടും. ചിലര് ശിർക്കുൻ അസ്ഗറിൽ അകപ്പെടും. അവരാ നിഅമത്തിനെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് പറഞ്ഞ് ശിർക്കുൻ അസ്ഗറിലേക്ക് അകപ്പെടും. ഇതാണ് ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്താ ഉദ്ദേശിക്കുന്നത്? യഅരിഫൂന നിഅമത്തല്ലാഹ്, അല്ലാഹു അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള നിഅമത്ത് അറിയാത്തവരല്ല അവർ, അതവർ ശരിക്കും അറിയുന്നു. ആരാണ് നിനക്ക് ഈ ജന്മം നൽകിയത്? അല്ലാഹു. ആരാണ് നിനക്ക് ഈ മനോഹരമായ ജീവിതം സമ്മാനിച്ചത്? അല്ലാഹു. ആരാണ് ആകാശം സൃഷ്ടിച്ചത്? അല്ലാഹു. ആരാണ് ഈ ഭൂമി ഇവിടെ സജ്ജീകരിച്ചത്? അല്ലാഹു. നിനക്ക് ജീവിക്കാൻ ആവശ്യമായ ജീവിത സന്ധാരണത്തിന് വേണ്ട മുഴുവൻ ഉപാധികളും ഇവിടെ സജ്ജീകരിച്ചത് ആരാണ്? അല്ലാഹു. ആരാണ് മഴയിറക്കിയത്? അല്ലാഹു. ആരാണ് ഇവിടെ
സസ്യലതാദികൾ മുളപ്പിച്ചത് അല്ലാഹു, എല്ലാം അല്ലാഹു. അവരറിയും. പക്ഷേ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ ഈ ഓരോ നിഅമത്തും അല്ലാഹു അല്ലാത്തവരിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. വകുപ്പ് മാറ്റിയിട്ട് മറ്റുള്ളവരിലേക്ക് അത് ഭാഗം ചെയ്തു കൊടുക്കും. ഇതാണ് അവരുടെ പരിപാടി. അതുകൊണ്ടാണ് യഅരിഫൂന നിഅമത്തല്ലാഹ്, യഥാർത്ഥത്തിൽ അവരുടെ മനസ്സുകൊണ്ട് അവരത് അറിയുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. സുമ്മ യുൻകിറൂനഹ, പിന്നെ ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ അവരതിനെ നിഷേധിക്കുകയാണ്. വഅക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ ഭൂരിഭാഗം ആളുകളും കാഫിരീങ്ങളാണ്. ആ കുഫ്ർ പല ദർജകളിലാണ്, അവരുടെ അവസ്ഥക്കനുസരിച്ചായിരിക്കും. ചിലപ്പോൾ ദൂര കുഫ്റായിരിക്കും, കുഫ്റാൻ നിഅമത്തിലായിരിക്കും. ചിലപ്പോൾ വലിയ കുഫ്റിലേക്ക് തന്നെ അവർ എത്തിപ്പെട്ടു എന്ന് വരും. ചിലപ്പോൾ ശിർക്കുൻ അസ്ഗറിലായിരിക്കും, ചിലപ്പോൾ ശിർക്കുൻ അസ്ഗറിനേക്കാളും വലിയ ശിർക്കുൻ അക്ബറിലേക്ക് തന്നെ അവർ പോയിട്ടുണ്ടായിരിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? ഖാല മുജാഹിദ് ഇബ്നു ജബർ അൽ-മക്കി മൗല ബനി മഖ്സൂം റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രഗൽഭനാണ് മുജാഹിദ്. അദ്ദേഹം ഇബ്നു അബ്ബാസിന് അറംതു അല ഇബ്നു അബ്ബാസിൻ അൽ ഖുർആന 3 മററാത്ത്, 3 തവണ വിശുദ്ധ ഖുർആൻ ആദ്യന്തം ഓരോ ആയത്തും ഓതി അതിന്റെ അർത്ഥമെന്ത്, അതിന്റെ അവതരണ പശ്ചാത്തലമെന്ത്, അതിന്റെ തഫ്സീർ എന്ത്, എല്ലാം വേർതിരിച്ച് ചോദിച്ചു മനസ്സിലാക്കിയ ആളാണ്. അങ്ങനെ വിശദമായ അറിവ് അല്ലാത്ത അറിവുകൾ 30ഓളം തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും റിവായത്തുണ്ട്. അതുകൊണ്ട് തഫ്സീറിൽ അദ്ദേഹം, ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. ആ മുജാഹിദ് പറഞ്ഞു, മാ മഅനാഹു, ഈ അർത്ഥത്തിലുള്ളത്. മാ മഅനാഹു ഒന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യമാണ്. മഅനാഹു, അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്. ഈ ആശയത്തിലുള്ള വ്യാഖ്യാനമാണ് മുജാഹിദ് ഇബ്നു ജബർ അൽ-മക്കി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഹുവ ഖൗലു റജുൽ, എന്താണ്? അല്ലാഹുവിന്റെ നിഅമത്തിനെ അവർ അറിയുന്നു, പിന്നെ അതിനെ നിഷേധിക്കുന്നു. ഒരേ സമയത്ത് രണ്ടും വിരുദ്ധമായ 2 കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നത്, അയാളിൽ കടന്നുകൂടുന്നത് എങ്ങനെയാണ്? നിഅമത്ത് അല്ലാഹുവിന്റേതാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ആ നിഅമത്തിനെ അവർ നിഷേധിച്ച് മറ്റുള്ളവർക്ക് വകയിരുത്തി കൊടുക്കുന്നത് എങ്ങനെയാണ്? അതൊരാൾ ഇങ്ങനെ പറയലാണ്, ഹാദാ മാലി, ഇത് എന്റെ സ്വത്താണ്, ഇത് എന്റെ സ്വത്താണ്, എന്റെ ആ സാമർത്ഥ്യം കൊണ്ട്, എന്റെ ആ തറവാട് മഹിമ കൊണ്ട് എനിക്ക് കൈവന്നു പോയതാണ്. ഇത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇന്നമാ ഊതീതുഹു, എനിക്ക് ഇത് ലഭിച്ചിരിക്കുന്നത് എന്റെ ഇൽമു കൊണ്ട് മാത്രമാണ്, എന്റെ അറിവ് കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട്, എന്റെ പ്രാഗൽഭ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സ്വത്ത് കിട്ടിയിട്ടുള്ളത്. വമാ അദുന്നു സഅത ഖായിമ, ഇനി ഖിയാമത്ത് നാൾ വരുന്നൊന്നും ഞാൻ കരുതുന്നില്ല. അഥവാ ഖിയാമത്ത് നാൾ വരികയും മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ മടക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും ഭേദപ്പെട്ട, ഇതിനേക്കാളും മുന്തിയ ഒരു സങ്കേതം എനിക്ക് അല്ലാഹു തരുകയും ചെയ്യും എന്നുള്ള വാചകം പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അല്ലാഹു തന്നതാണ് എന്നല്ല, എന്റേതാണ് എന്ന് അഹങ്കരിക്കുന്ന, ഇത് എന്റെ സ്വത്താണ്. വരിസ്തുഹു അൻ ആബാഇ, ഞാനിത് അനന്തരമെടുത്തത് എന്റെ പിതാക്കളിൽ നിന്ന്, എന്റെ പൂർവികരിൽ നിന്ന് ഞാൻ അനന്തരെടുത്തതാ. ഞാൻ അത്രയും വലിയ തറവാട്ടുകാരനാണ്, ആനപ്പാട്ടം വരാനുള്ള വലിയ തറവാട്ടുകാരനായിരുന്നു ഞാൻ. എനിക്ക് തറവാട് വക കിട്ടിയ സ്വത്ത ഇതെന്റേതാണ്. ഈ വാക്ക് പറയുന്നവൻ അല്ലാഹു അവന് കൊടുത്തതാണ്, അവന്റെ പൂർവികർക്ക് കൊടുത്തതാണ് എന്ന ആ വസ്തുത മനസ്സിലറിയുമെങ്കിലും അതിനെ നിഷേധിച്ചുകൊണ്ടാണ് അവന്റെ നാമം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് തീർത്തും വിരുദ്ധമായ 2 കാര്യം അയാളുടെ മനസ്സിൽ കടന്നുകൊണ്ട് കളിക്കുന്നത്. എവിടുന്നാണ് ഈ സമ്പത്തൊക്കെ ആരുടേതാണ്? ആരാ ഇതൊക്കെ നൽകിയത്? അല്ലാഹ്. അതവർക്കറിയാം. യഅരിഫൂന നിഅമത്തല്ലാഹ്. പക്ഷേ ഈ സ്വത്തോ അതെന്റത്, നമ്മള് തറവാട് വക എന്റെ പൂർവികരിൽ നിന്ന്, പിതാക്കളിൽ നിന്ന് അനന്തരം കിട്ടിയത്, ആർക്കതിൽ പറയാനുള്ളത് എന്നുള്ള രൂപത്തിൽ സംസാരിക്കും. ഇതാണ് യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം എന്നാണ് മുജാഹിദ് പറഞ്ഞത്. വഖാല ഔൻ ഇബ്നു അബ്ദില്ലാഹ്, ഔൻ ഇബ്നു അബ്ദില്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈ വര്യന്മാരിൽപ്പെട്ടിട്ടുള്ള മഹാനായ പണ്ഡിതനാണ്.
അദ്ദേഹം പറഞ്ഞു യഖൂലൂന ലൗലാ ഫുലാനുൻ ലം യകുൻ കദാ വകദാ. ലൗലാ ഫുലാനുൻ, ഇന്ന വ്യക്തിയില്ലായിരുന്നുവെങ്കിൽ, ലം യകുൻ കദാ വകദാ, ഇന്ന കാര്യങ്ങളൊന്നും നടക്കുമായിരുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ നടന്നു കിട്ടേണ്ട, സഫലീകരിക്കപ്പെടേണ്ട എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടിയാൽ അത് അല്ലാഹു അയാൾക്ക് നടക്കട്ടെ എന്ന് ആദിയിൽ തീരുമാനിച്ച് ലൗഹിൽ രേഖപ്പെടുത്തി അതതിന്റെ സമയം വന്ന സന്ദർഭത്തിൽ അവന്റെ മശീഅത്ത് കൊണ്ട്, അവന്റെ വേണ്ടുക കൊണ്ട് അത് പുലർത്തി. അങ്ങനെയാണ് ആ കാര്യം നടന്നത്. പക്ഷേ ഇദ്ദേഹം ഈ എല്ലാ കാര്യം അങ്ങോട്ട് മറക്കുന്നു. സൗകര്യപൂർവ്വം അങ്ങോട്ട് മറന്നിട്ട് അള്ളാഹു തന്നെ അവസാനം അത് പുലർത്തുന്നതിന്റെ കാരണക്കാരനായി ഒരു ടൂളായി വെച്ചിട്ടുള്ള അവനെ അങ്ങോട്ട് പൊക്കിക്കാണിക്കും. അള്ളാഹനെ അങ്ങോട്ട് മറക്കും. അവനില്ലായിരുന്നുവെങ്കിൽ ഇത് നടക്കൂലായിരുന്നു. അവനില്ലായിരുന്നുവെങ്കിൽ ഇത് നടക്കൂലായിരുന്നു. ലൗലാ ഫുലാനുൻ ലം യകുൻ കദാ വകദാ. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ 1000 തവണ നാവിൽ വരുന്നതാണ്. മറിച്ച് അവിടെയൊക്കെ അള്ളാന്റെ മുന്നിൽ തവാബുൽ കാണിക്കുന്ന ഒരു വിനീതനായ ദാസൻ എന്ന അർത്ഥത്തിൽ ചെയ്യേണ്ടത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് എനിക്കത് നടന്നത്. വലില്ലാഹിൽ ഹംദു വശുക്ർ, വലില്ലാഹിൽ ഹംദു വശുക്ർ. ബാക്കി ആരൊക്കെ എന്തൊക്കെ അതിലിടക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് അല്ലാഹു അവരെ അതിനു വേണ്ടി ഏർപ്പാട് ചെയ്ത, അള്ള നിശ്ചയിച്ചിട്ടുള്ള ചില വ്യക്തികൾ, ചില ഉപകരണങ്ങൾ മാത്രമാണത്. മറിച്ച് അള്ളാനെ പറ്റങ്ങോട്ട് രംഗത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് മുഴുവനും അതിന്റെ തൊട്ടടുത്തുള്ള കാരണക്കാർ, അള്ള നിശ്ചയിച്ചിട്ടുള്ള കാരണക്കാർക്ക് എല്ലാ നിഅമത്തിനെയും വകയിരുത്തി കൊടുക്കുന്ന ഈ സ്വഭാവം, അതാണ് യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ പറഞ്ഞു. രണ്ടും ഒരേ കാര്യം തന്നെയാണ്, വാക്കുകൾ വ്യത്യാസമുണ്ടെന്ന് മാത്രം. وقال ابن قتيبة الدينوري ابن قتيبة الدينوري أبو محمد عبد الله بن مسلم ابن قتيبة الدينوري അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദീബുൽ ഫുഖഹാ വ ഫഖീഹുൽ ഉദബാ വകാന ഖാദിയ മിസ്ർ. ഈജിപ്തിലെ ഖാദിയാണ്. ഫുഖഹാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഫഖീഹ് പണ്ഡിതനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വളരെ ബദീആയ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം നൽകിയ വ്യാഖ്യാനം യഖൂലൂന ഹാദാ ബിശഫാഅത്തി ആലിഹത്തിനാ. എന്തെങ്കിലും ഒരു കാര്യം, ഒരു നിഅമത്ത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഇലാഹുകൾക്ക്, ഞങ്ങൾ ചില കാര്യങ്ങൾ, ചില ഖുർബാനുകൾ സമർപ്പിച്ചത് കൊണ്ട് അവര് ശുപാർശ ചെയ്തു, അവരുടെ ശുപാർശയാലാണ് ഇത് നിവർത്തിച്ചു കിട്ടിയത്. ഒക്കെപ്പോ അവരുടെ ആലിഹത്തിന്റെയും അവരുടെ ഔലിയാക്കന്മാരുടെയും ശുപാർശ തീർന്നു. അള്ളാഹുവിനെ അവരെ മാറ്റി നിർത്തി. അള്ളാഹുവിലേക്ക് വകയിരുത്തേണ്ട, അള്ളാഹുവിലേക്ക് ചേർത്ത് പറയേണ്ട ആ നിഅമത്തുകളെയെല്ലാം വ്യാജമായി അവർ ജനിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള ശുപാർശക്കാരിലേക്ക് അതിനെ വകയിരുത്തി. ഇതും അതിന്റെ രൂപമാണ്. ഇത് മൂന്നും ഒരു രൂപമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ തഫ്സീർ പറഞ്ഞിട്ടുള്ളത് ഇബ്നു ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞു, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹാ വഅക്തറുഹുമുൽ കാഫിറൂൻ എന്ന അതുകൊണ്ട് അർത്ഥമാക്കുന്ന, ആ നിഅമത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നിയോഗിച്ചിട്ടുള്ള പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിയെ നബിയാണ് എന്നവർ അറിയുന്നു. ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്, മുഅ്ജിസാത്തുകൾ കൊണ്ട് മുഹമ്മദിനെ റസൂലാണ്, നബിയാണെന്നവർ തിരിച്ചറിയുന്നു. എന്നിട്ട് സുമ്മ യുൻകിറൂനഹാ,
എന്നിട്ട് അള്ളാഹ് ചെയ്തു കൊടുത്തിട്ടുള്ള ആ നിഅമത്തിനെ അവർ നിഷേധിച്ച് മുഹമ്മദ് നബിയെ കളവാക്കി അവർ പിന്തിരിഞ്ഞു പോകുന്നു. അവരിൽ ഭൂരിഭാഗം ആളുകളും കുഫാറുകളാണ്, കാഫിറുകളാണ് എന്നാണ് ഇബ്നു ജരീർ തബരി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് ചെയ്തു കൊടുത്തിട്ടുള്ള നിഅമത്താണ്. അത് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വലിയ നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ട്. ഇൻ ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ, ഒരു പ്രവാചകനെ അവരിലേക്ക് അള്ളാഹു നിയോഗിച്ചു എന്നത് അവൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അപാരമായ നിഅമത്താണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഏത് തരം നിഅമത്തുകളാണെങ്കിലും ആ നിഅമത്തുകളെ അറിയുന്നു. പക്ഷേ ആ നിഅമത്തുകളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അല്ലാഹ് ചെയ്തു തന്ന ആ നിഅമത്ത് മറ്റുള്ളവർക്ക് വകയിരുത്തി കൊടുക്കുന്നു. അതാണ് യഅരിഫൂന നിഅമത്തല്ലാഹ് സുമ്മ യുൻകിറൂനഹാ, പിന്നീട് അതിനെ അവർ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖാല അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ തൈമിയ, അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം ബിൻ തൈമിയ അൽ ഹർറാനി റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, بعد حديث زيد بن خالد, സെയ്ദ് ബിൻ ഖാലിദിൽ നിന്നുള്ള ഹദീസിന്റെ റിവായത്തിന്റെ ശേഷം സെയ്ദ് ബിൻ ഖാലിദിൽ നിന്നുള്ള ഹദീസ് റിവായത്ത് ചെയ്ത് അതിന്റെ ഫദായിലുകൾ വിശദീകരിക്കുന്നിടത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു, അല്ലദീ ഫീ, സെയ്ദ് ബിൻ ഖാലിദിന്റെ ഹദീസിൽ എന്താണുള്ളത്? ഇന്നല്ലാഹ തആല ഖാൽ, അതൊരു ഖുദ്സിയായ ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്. ആ ഖുദ്സിയായ ഹദീസിൽ അല്ലാഹുവിന്റെ വാക്ക് റസൂലുള്ളാഹി ഉദ്ധരിക്കുന്നു. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിർ, എന്റെ അടിയാറുകളിൽ നിന്ന് ചിലർ എന്നിൽ വിശ്വസിക്കുന്നവരും ചിലർ എന്നിൽ അവിശ്വസിക്കുന്നവരുമായി വേർപിരിഞ്ഞിരിക്കുന്നു. എപ്പോഴാണിത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് വേണ്ടിയിട്ട് വരികയാണ് മക്കയിലേക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെയുള്ള സഹാബത്തിനെയും ഖുറൈശികൾ ഹുദൈബിയയിൽ വെച്ച് തടുക്കുകയാണ്. അങ്ങനെ ആ രാത്രി അവിടെ അവർ കഴിച്ചു കൂട്ടേണ്ടി വന്നു. രാത്രിയിൽ നല്ല മഴ പെയ്തു. ആ നല്ല മഴ പെയ്തതിന് ശേഷം നേരം പുലർന്നു, സുബഹ് നമസ്കരിച്ചു. സുബഹ് നമസ്കരിച്ചത് മഴവെള്ളത്തിലാണ്. അവര് തെണ്ടടിച്ച് അവര് താമസിച്ച രാപ്പാർത്ത സ്ഥലത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ആ വെള്ളത്തില് നമസ്കരിച്ച് സുജൂദ് ചെയ്ത് നമസ്കരിച്ചതിന് ശേഷം ആ സംഭവത്തെ മുൻനിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിറുൻ, എന്റെ അടിയാറുകൾ, എന്റെ സൃഷ്ടികൾ, എന്റെ അടിയാറുകളായ മനുഷ്യർ അവര് ഈ മഴ കിട്ടിയപ്പോൾ രണ്ടായിട്ട് വേർപിരിഞ്ഞിരിക്കുന്നു. ഒന്നുകിൽ എന്നിൽ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ എന്നിൽ അവിശ്വസിക്കുന്നവർ. ആരാണ് എന്നിൽ വിശ്വസിക്കുന്നവർ? മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ അപാരമായ റഹ്മത്ത് കൊണ്ടുമാണ് ഈ മഴ ഞങ്ങൾക്ക് ലഭിച്ചത്. അള്ളാഹിന്റെ നിഅമത്തിനെ അള്ളാഹുവിലേക്ക് തന്നെ ചേർത്തി പറയുന്ന, അള്ളാഹുവിന്റെ നിഅമത്ത് അവന്റെ തന്നെ വകയിരുത്തുന്ന അങ്ങനെ പറയുന്ന ആളുകൾ അവരാണ് അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ളവർ. എന്നാൽ മറ്റൊരു കൂട്ടർ പറഞ്ഞു, മുത്തർനാ ബിനൗഇ കദാ വകദാ, ഇന്ന ഞാറ്റുവേലയാണ് ഞങ്ങൾക്ക് മഴ നൽകിയത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവര് അള്ളാഹുവിൽ അവിശ്വസിക്കുകയും ഞാറ്റുവേലയിൽ വിശ്വസിക്കുകയും ചെയ്തു. കാരണം അവർക്ക് കിട്ടുന്ന നിഅമത്ത് അല്ലാഹു കൊടുത്ത നിഅമത്താണെങ്കിലും അതിനെ അവര് ഞാറ്റുവേലയിലേക്കാണ് ചേർത്ത് പറയുന്നത്. ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം വഖദ് തഖദ്ദം, ഇത് നേരത്തെ വന്നുപോയ ഹദീസാണ്. കിതാബ് തൗഹീദിൽ തന്നെ ഇസ്തിസ്ഖാഇന്റെ അൽ ഇസ്തിസ്ഖാഉ ബിൻ നുജൂം, അൽ ഇസ്തിസ്ഖാഉ ബിൽ അൻവാ, ഞാറ്റുവേലകൾ അതുകൊണ്ടാണ് മഴ കിട്ടിയത്, നക്ഷത്രങ്ങൾ അതുകൊണ്ടാണ് മഴ കിട്ടിയത് എന്ന് പറയുന്നത് തൗഹീദിന് വിരുദ്ധമാണെന്നത് പ്രത്യേകം ഒരു അധ്യായമായി തന്നെ ശൈഖുൽ ഇസ്ലാം ഇവിടെ എടുത്ത് ചേർത്തിട്ടുണ്ട്. അവിടെ ഈ ഹദീസ് പൂർണ്ണരൂപത്തിൽ ഉദ്ധരിക്കുകയും വിശകലനം നടത്തുകയും അതിന്റെ ഫവായിദുകൾ നിന്നുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. വഹാദാ കസീറുൻ ഫിൽ കിതാബി വസ്സുന്നഹ്, ഇതേപോലെ നിഅമത്ത്, അല്ലാഹുവിന്റെ നിഅമത്ത് അതിങ്ങോട്ട് വാങ്ങി അനുഭവിച്ച് ആസ്വദിച്ച് അള്ളാഹിന്റേതാണ് മനസ്സിലാക്കും. പക്ഷെ ആ നിഅമത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യുൻകിറൂനഹ,
അത് അള്ളാഹുവിന്റേതാണെന്ന കാര്യത്തെ അവർ നിഷേധിക്കും. അത് മറ്റുള്ളവരിലേക്ക് അതിനെ ചേർത്ത് പറയുകയും ചെയ്യും. അങ്ങനെ കുഫറിലേക്കും ശിർക്കിലേക്കും പോകുന്ന എത്രയെത്ര പേരുണ്ട്. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കസീറുൻ ഫിൽ കിതാബി വസ്സുന്ന, ഖുർആനിൽ ധാരാളം ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യദുമ്മു സുബ്ഹാനഹു, യദുമ്മു അവൻ അല്ലാഹു അധിക്ഷേപിക്കുന്നു. ദമ്മ യദുമ്മു സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു വ തആല അധിക്ഷേപിക്കുന്നു. മൻ യുളീഫു ഇൻആമഹു ഇലാ ഗൈരി, ആരെയാണ് അല്ലാഹു അധിക്ഷേപിക്കുന്നത്? അവൻ ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ അവനല്ലാത്തവരിലേക്ക് ചേർത്ത് പറയുന്നവരെ. മൻ ഒരുത്തനെ അധിക്ഷേപിച്ചു. അവന്റെ വഴി എന്താ? യുളീഫു അവൻ ചേർത്തു പറയും. ഇൻആമഹു അള്ള ചെയ്ത് തന്നിട്ടുള്ള നിഅമത്തിനെ, അള്ള നിഅമത്ത് ചെയ്യുന്നതിനെ അവൻ ചേർത്ത് പറയുന്നത് അള്ളാഹുവിലേക്കല്ല, മറിച്ച് ഇലാ ഗൈരിഹി മറ്റുള്ളവരിലേക്കാണ്. വയുശ്രികു ബിഹി എന്നിട്ട് അള്ളാഹുവിൽ അവനെ കൂടെ പങ്കുചേർക്കുകയും ചെയ്യും. അള്ളാഹുവിൽ അവനെ കൂടെ പങ്കുചേർക്കുകയും ചെയ്യും. അതിന്റെ അഖല്ലുൽ അഹ്വാൽ ശിർക്കുൻ അസ്ഗറ, ശിർക്കുൻ അസ്ഗറ. അല്ല, ഞാറ്റുവേല ഉള്ളപ്പോഴാണ് മഴ കിട്ടുന്നത്, അള്ളയാണ് മഴ തരുന്നത്, പക്ഷേ ഈ ഞാറ്റുവേലയിലാണ്. അള്ള തന്നെയാണ് മഴ തന്നത്, പക്ഷേ ഈ ഞാറ്റുവേല പ്രകാരം എന്ന് വാക്കാൽ പറഞ്ഞാൽ തന്നെ അത് ശിർക്കുൻ അസ്ഗറ. ആ വാക്ക് സൂക്ഷ്മമല്ല. അത് തൗഹീദിന്റെ മസാലിബുകളോട്, തൗഹീദിന്റെ മുഖ്തവയാത്തുകളോട് യോജിക്കാത്ത, തൗഹീദിന് വിരുദ്ധമായ വചനമാണ്. അതുകൊണ്ട് തന്നെ ലഘുവായ ശിർക്കെങ്കിലുമാണ് ശിർക്കുൻ അസ്ഗറ. അല്ല, ഞാറ്റുവേല തന്നെയാണ്. ഈ ഞാറ്റുവേലയ്ക്ക് ഇങ്ങനെ സ്വാധീനമുണ്ട്. ആ ഞാറ്റുവേലയുടെ സ്വാധീനപ്രകാരം കൗനിയായ തഅ്സീർ ഞാറ്റുവേല വരുത്തുകയും പ്രാപഞ്ചികമായ സ്വാധീനം ചെലുത്തുകയും ആ പ്രാപഞ്ചികമായ സ്വാധീനത്താലാണ് മഴ കിട്ടിയത്, അല്ല എന്ന് കരുതുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിർക്കുൻ അക്ബർ, മുഖ്രിജുൻ മിനൽ മില്ല വമുഖല്ലിദുൻ സാഹിബഹു അന്നാർ. അത് അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകും എന്നല്ല, പരലോകത്ത് വരുമ്പോൾ അയാൾ നരകത്തിൽ ശാശ്വതനാകേണ്ടി വരികയും ചെയ്യും. മറിച്ച് ഒട്ടുമിക്ക ആളുകളും, നമ്മുടെ പ്രദേശത്തൊക്കെയുള്ള ഒട്ടുമിക്ക ആളുകളും മഴ തന്നെയാണ് ചെയ്തത്, നൽകിയത്. പക്ഷെ അത് ഈ ഞാറ്റുവേല പ്രകാരമാണ്. ആ ഞാറ്റുവേലയിലേക്ക് വകുപ്പൻ മാറ്റിവെക്കും. വകുപ്പ് വല്ല പകയിരുത്തുന്ന സന്ദർഭത്തിൽ ആ മഴ എന്നുള്ളത് ക്രെഡിറ്റ് ചേർക്കുമ്പോൾ അത് ഞാറ്റുവേലയുടെ കോളത്തിൽ ക്രെഡിറ്റ് ചേർക്കും. അത് ശിർക്കുൻ അസ്ഗറെങ്കിലുമാണ്. അത് ശിർക്കുൻ അസ്ഗർ, മൈനറായിട്ടുള്ള ശിർക്കെങ്കിലുമാണ്. അള്ളന്നെയാണ് തരുന്നത്, പക്ഷെ അത് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നതെങ്കിൽ ലഘുവായ ശിർക്ക് ശിർക്കുൻ അസ്ഗറാണ്. അതുപോലെ തന്നെയാണ്, അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു, അതുപോലെ തന്നെയാണ് മറ്റേത് നിഅമത്താണെങ്കിലും. വിവാഹം ചെയ്തു, 4 വർഷമായിട്ട് മക്കളൊന്നും ഉണ്ടാകുന്നില്ല, വീട്ടിലുള്ളവരൊക്കെ ഒരു അടക്കം പറച്ചിൽ, അവസാനം അവിടെ പോയി ഇവിടെ പോയി പല ചികിത്സ നടത്തി, അവസാനം ഒരു ഡോക്ടറെ കിട്ടി. ആ ഡോക്ടർ ചികിത്സിച്ചു, 6 മാസം കൊണ്ട് ഫലം കണ്ടു. അങ്ങനെയാണെങ്കിൽ പറയും ലൗലാ ഫുലാനും ലം യകുൻ കദാ വകദാ. ആ ഡോക്ടർ അയാളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളെ ജീവിതം ഒരു മരുഭൂമിയാകുമായിരുന്നു. കുട്ടിയെ കൊടുത്തത് അള്ളയാണ്. അള്ളാഹുവാണ് ആ ഡോക്ടർ എന്ന് പറയുന്ന സബബ് ഏർപ്പാടാക്കി കൊടുത്തത്. ആ ഡോക്ടർ അടുക്കിലേക്ക് ഇയാളെ കൈപിടിച്ച് കൊണ്ടുപോയി വഴി തെളിയിച്ചു കൊടുത്തതൊക്കെ അള്ളയാണ്. അപ്പൊ അള്ളല്ല, അപ്പൊ ഡോക്ടർ മൂപ്പരും മാത്രമായി. ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ്, ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതൊരു നിഅമത്താണെങ്കിലും. ഇനി മാത്രല്ല, ഇവിടുന്ന് ഒരു വീട് വിറ്റിട്ടാണ് ഗൾഫിലേക്ക് പോയത്. അവിടെ ചെന്ന് 4 മാസം തേരാപ്പാര വടക്ക് തെക്ക് തെണ്ടി നടന്നു, ഒരു ജോലിയും കിട്ടിയില്ല. അങ്ങനെ 4 മാസം കഴിഞ്ഞപ്പോ വേറെ കൊണ്ടോട്ടിക്കാരനായ ഒരാളെ പരിചയപ്പെട്ടു. ഇയാൾക്കൊരു ജോലി കൊടുത്തു. ആ ജോലിമെന്നാണ് കയറിയിട്ട് പിന്നെ വരുമാനത്തിന് കണക്കില്ലാത്ത വരുമാനം. നാട്ടിൽ വന്നിട്ട് ഇയാൾ പറയാണ്, ആ കൊണ്ടോട്ടിക്കാരന് ആചാര്യമില്ലായിരുന്നുവെങ്കിൽ എന്റെ കാര്യം എടുക്കാറ് ഞാൻ കുത്തരം പരമക്ക് ചെയ്ത മുട്ടുവരെ തിരിച്ചും മടങ്ങിപ്പോരേണ്ടി വരും. ഇത് ലഘുവായ ശിർക്കാണ്, ലഘുവായ ശിർക്കാണ്. ഈ ആചാര്യൊന്നുമല്ല. അയാൾക്ക് കൊടുക്കാൻ വിചാരിച്ചപ്പോ ആചാര്യോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യടാ, ആചാര്യ അത് അങ്ങനെ ചെയ്തു. അത്രമാത്രം ആചാര്യക്കയിലെ റോളുണ്ട്.
പക്ഷെ ആ നിഅമത്ത് അള്ളാഹുവാണ് ചെയ്തത് എന്ന് മനസ്സാൽ സമ്മതിക്കുമ്പോൾ തന്നെ ആ നിഅമത്തിനെ കുറിച്ച് പറയുമ്പോൾ ക്രെഡിറ്റ് ചേർക്കുന്നത് ആചാര്യ കോളത്തിലാണ്. അത് നഫ്ലിയായ ശിർക്കാണ്. എന്താ ചുരുങ്ങിയത്? നഫ്ലിയായ ശിർക്കാണ്. അതാണ് ഖുർആനിൽ അല്ലാഹു അധിക്ഷേപിക്കുന്നത്. യാരിഫൂന നിഅമത്തല്ലാഹ് സുമ്മ യുൻകിറൂനഹാ വഅക്സറുഹുൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ നിഅമത്തിനെ അവർക്കറിയാം, എന്നിട്ടും അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെ നിഷേധിച്ചാണ്, അള്ളാഹിനെ നിഷേധിച്ചാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയേണ്ടത് മറ്റുള്ള അസ്ബാബുകളിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് അയാൾ പറയുന്നത് ഇത് കുഫ്റാണ്, വഅക്സറുഹുൽ കാഫിറൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഖാല ബഅദു സലഫ്, ഈ കാര്യം ഉദ്ധരിച്ചതിനു ശേഷം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മുൻഗാമികളായിട്ടുള്ള സലഫ് സ്വാലിഹീങ്ങളായിട്ടുള്ള ചിലരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ കുറെയൊക്കെ കേൾക്കുകയും കുറെയൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ നാട്ടിലുണ്ട്, എണ്ണത്തിൽ തുച്ഛാണെങ്കിൽ പോലും. പക്ഷെ അവര് പോലും ഇവിടെ ശൈഖുൽ ഇസ്ലാം പറയുന്ന ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരക്കാരന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ, അവരെ ഉദ്ദേശിക്കുന്നു, സ്ഥിരമായി ദർസിലേക്ക് വരുന്ന ആളുകൾ, അവര് പോലും വളരെ സൂക്ഷ്മമായി വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. ശൈഖുൽ ഇസ്ലാമിന്റേതല്ല വാക്ക്, അദ്ദേഹം സലഫിനെ ബഅദു സലഫ്, സലഫിൽപ്പെട്ട ചിലരെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് ഏത് പ്രകാരമാണ്? ചിലർ പറയാറുണ്ടല്ലോ, കാനത്തിർ റീഹു തയ്യിബതൻ, കാനത്തിർ റീഹു തയ്യിബ, കാറ്റ് അനുകൂലമായിരുന്നു. നമ്മുടെ നാവിന്ന് ഇടയ്ക്ക് വരുന്ന കാര്യമാണ്. ഒരു സംഭവം നമ്മൾ ചെയ്തു, ഒരു ടാസ്ക്, ഒരു ബിസിനസ് ആവാം, അല്ലാത്തതാകാം, ഔദ്യോഗികമായ കൃത്യമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു കൃത്യം അതിന് നമ്മൾ പോയി ചെയ്തു തീർത്തു വന്നാൽ, അത് വിജയകരമായി പൂർത്തീകരിച്ചു വന്നാൽ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ശുക്രല്ല കൊടുക്കുക. എല്ലാ കാറ്റും നമുക്ക് അനുകൂലമായിരുന്നു, കാറ്റൊക്കെ നമുക്ക് അനുകൂലമായിരുന്നു. കാനത്തിൽ റീഹു തയ്യിബ, കാറ്റ് അനുകൂലമായിരുന്നു. കപ്പിത്താൻ നല്ല പ്രാവീണ്യമുള്ള ആളുമായിരുന്നു. മാത്രമല്ല, അവിടെ കപ്പിത്താൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാര്യം ചെയ്യാൻ വേണ്ടി എനിക്ക് കൂട്ടിന് കിട്ടിയിട്ടുള്ള ആളാണെങ്കിൽ 100ക്ക് 100, 100ൽ 100, 100ക്ക് 100. ഹാരിത്ത് എന്ന് പറഞ്ഞാൽ പ്രാവീണ്യമുള്ളവൻ, പ്രാഗൽഭ്യമുള്ളവൻ, വളരെ സ്കിൽഫുള്ളായിട്ടുള്ള ആളാണ്. അള്ളാഹ്ക്ക് പതിലെന്താ? അള്ളാഹ് നിയമത്താക്കി കൊടുത്തത്. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. രാജസ്ഥാനിൽ പോയിട്ട് ഒരു 5 ലോഡ് മാർബിൾ എടുക്കാൻ പോവുകയാണ്. അവിടെ കുറഞ്ഞ വിലക്ക് ഇവിടെ കൊണ്ടുവന്ന ആ സാധനം എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 12 ഇരട്ടി വിലക്ക് ഇവിടെ വിൽക്കാൻ പറ്റും. ഒന്നും അതിന്റെ ചെലവ് വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ വലിയൊരു തുക മുറഞ്ഞു കിട്ടും. അങ്ങനെ 5 ലോറി ആയിട്ട് കൊണ്ടുപോയി. ചെക്ക് പോസ്റ്റുകളിലൊന്നും ഒരു തടസ്സം ഉണ്ടായില്ല. അവിടെ ചെന്നു കറക്റ്റ് റൈറ്റ് പോയിന്റിലേക്ക് ചോദിക്കാതെ അന്വേഷിക്കാതെ നേരെ ഉണ്ടെത്തി. അവിടെ നിന്നാണെങ്കിലോ ഒരു നടക്കലുമില്ലാതെ നേരെ അവിടെ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കോമ്പറ്റീറ്റീവ് പ്രൈസിൽ അദ്ദേഹം ഡീൽ ഉറപ്പിച്ചു. എന്നിട്ട് അത് ലോറി കയറ്റി ഇവിടെ കൊണ്ടുവന്നു. വഴിയിൽ എവിടെ ഒരു 5 കാശ് കൈക്കൂലി കൊടുത്തില്ല, അല്ലാത്ത ചെലവില്ല. വഴിയിൽ നിന്ന് എപ്പോഴെങ്കിലും കട്ടൻ ചായ കുടിച്ചതോ ഭക്ഷണം കഴിച്ചതോ അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ എത്തി വെക്കുമ്പോ മുന്തിയ മാർബിൾ പ്രതീക്ഷിച്ചതിനും വലിയ വിലക്കത് വിൽക്കാനും പറ്റും. അതിനെ പറ്റിയിട്ട് ആ ഡീല് നടത്തിയ ആള് ഇതൊക്കെ അള്ളാഹ് അദ്ദേഹത്തിന് ഒപ്പിച്ചു കൊടുത്തതാണ്. പോകുന്നിടത്തൊരു പ്രശ്നമില്ലാതെ വഴി സുഖമാക്കി കൊടുത്തു, എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊടുത്തു, നല്ല പാർട്ടിയെ കണ്ടു, നല്ല വിലക്ക് കിട്ടി, തടസ്സങ്ങളില്ലാതെ തിരിച്ചു കൊണ്ടുവന്നു, ഒരു പ്രയാസമില്ല. ഇവിടെ നല്ല വിലക്ക് ഇതൊക്കെ അള്ളാഹ് ചെയ്തു കൊടുത്തതാണ്. പക്ഷെ അയാൾ അള്ളാഹ്ക്ക് എന്ത് ശുക്ര കൊടുക്കുന്നത്? ഒരു വാക്കും അള്ളാഹ്ക്ക് ഉണ്ടാവില്ല. അയാൾ പറയും കാക്ക് അനുകൂലം ഇഷ്ടമാണ്, കാറ്റ് അനുകൂലമായിരുന്നു. പിന്നെ നമ്മളെ ടീമോ നമ്മളെ കൂടെ പോന്നിട്ടുള്ള ആൾക്കാരും 100ക്ക് 100ആണ്, 100ക്ക് 100ആണ്. കപ്പിത്താനാണെങ്കിൽ വളരെ പ്രാവീണ്യമുള്ളവരുമാണ്. ഇത് അല്ലെങ്കിൽ ഇതിന് സമാനമായ വാക്കുകൾ അത് സാധാരണഗതിയിൽ നടക്കാറുള്ളതാണ്, സംഭവിക്കാറുള്ളതാണ്, പറഞ്ഞു പോകാറുള്ളതാണ്. ആരിലൂടെ? ഒരുപാട് പടപ്പുകളുടെ നാവിലൂടെ സ്ഥിരം കേൾക്കുന്ന, നമുക്കറിയാവുന്നതാണ്.
എന്തൊരു നിഅമത്ത് കിട്ടിയാലും ആ നിഅമത്ത് മൂക്കറ്റം അനുഭവിച്ചാൽ അതിന് അല്ലാഹുക്ക് ശുക്ർ ചെയ്യുന്ന പരിപാടിയില്ല. അത് വേറുള്ളവരുടെ ക്രെഡിറ്റിലേക്ക് വക ചേർത്ത് അത് മല്ലാഹു ഹാജത്തായിരിക്കും, റീഹ തയ്യിബത്തായിരിക്കും, എന്ത് പറഞ്ഞാലും ഏത് സാഹിത്യം പ്രയോഗിച്ചാലും ഏത് പച്ചക്കള വർത്താനം പറഞ്ഞാലും അല്ലാഹു കൊടുക്കേണ്ട ശുക്ർ മാത്രം പറയാൻ അയാളുടെ നാമം പൊങ്ങില്ല. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇനത്തിൽപ്പെട്ട നഹ്വിൽപ്പെട്ട ഇതേ ഇനത്തിൽപ്പെട്ട വാക്ക് നമ്മളിൽ തന്നെ വളരെയധികം വരാറ്. അതുകൊണ്ട് സൂക്ഷിക്കുക. നിഅമത്താണെങ്കിൽ, അല്ലാഹുവിന്റെ നിഅമത്താണെങ്കിൽ ആ നിഅമത്ത് അതിന് ശുക്ർ ചെയ്യപ്പെടണം. അതിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് ശുക്ർ ചെയ്യണം, നാവ് കൊണ്ട് ശുക്ർ ചെയ്യണം, ജവാരഹകൾ കൊണ്ട് അർക്കാനുകൾ കൊണ്ട് ശുക്ർ ചെയ്യണം. മനസ്സുകൊണ്ടുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഇഅ്തിറാഫാണ്, നന്ദിപൂർവ്വം അത് അന്ന് എനിക്ക് ചെയ്തു തന്നതാണെന്ന് അംഗീകരിക്കണം. അതിനുള്ള സന്മനസ്സുമാണ്, അതിനുള്ള വിശാല മനസ്കരമാണ്. രണ്ടാമത്തേത് നാവ് കൊണ്ടുള്ള ശുക്രുവാണ്. അത് ആ കാര്യത്തെക്കുറിച്ച് സനായി ചെയ്ത് പറയണം, ഇത് എന്റെ റബ്ബ് നൽകിയതാണ്, എന്റെ റബ്ബ് നൽകിയത് അത് ആത്യന്തികമായ നിഅമത്തുകളല്ല എങ്കിൽ അതൊരു പക്ഷേ പരീക്ഷണമായിരിക്കും എന്നുള്ളത് കൂടി അവിടെ നമ്മൾ അനുസ്മരിക്കണം. അതിനാൽ ഇതിന് ഞാൻ നന്ദി കാണിച്ചേ പറ്റൂ. പിന്നെ അതിന്റെ അർക്കാനുകൾ കൊണ്ട് ജവാർഹുകൾ കൊണ്ടുള്ള നന്ദി എന്ന് പറയുന്നത് ആ നിഅമത്ത് അതിന്റെ മുസ്തിയായിട്ടുള്ള അതിന്റെ ആ നിഅമത്തിന്റെ മുൻഅമും മുസ്തിയുമായിട്ടുള്ള ആ നിഅമത്ത് ചെയ്തു തന്നവരും ആ നിഅമത്ത് നമുക്ക് ദാനം ചെയ്തിട്ടുള്ള അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ മാത്രം അതിനെ വിനിയോഗിക്കുകയും അവന്റെ മഹാദുകളും അവന്റെ മസാഹത്തുകളും അവന്റെ ദേഷ്യങ്ങളും അവന്റെ കോപങ്ങളും ഉണ്ടാകുന്ന വഴിയിലേക്ക് അത് വിനിയോഗിക്കാതിരിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് അതിന് ശുക്ർ ചെയ്യേണ്ടത്. അല്ലാതെ അത് വേറുള്ളവരിലേക്ക് വകുപ്പ് മാറ്റി ചേർത്ത് പറഞ്ഞാൽ സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു ദമ്പ് ചെയ്ത് പറഞ്ഞിട്ടുള്ള, അല്ലാഹു അധിക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളവരുടെ കൂട്ടത്തിലാണ് പെടുക. യഅരിഫൂന നിഅമത്തല്ലാഹ് ثم ينكرونها وأكثرهم الكافرون. انتهى كلامه والله أعلم. فيه مسائل. ഈ ചെറിയ അധ്യായത്തിൽ ഇത് ആമ്മാണ്. അൽ ഇസ്തിസ്ഖാഉ ബിൽ അൻവാ എന്ന് പറയുന്നത് ഖാസ്സ, തമ്മിലുള്ള വ്യത്യാസം അതാണ്. നേരത്തെ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുള്ള അധ്യായങ്ങളിൽ ഇസ്തിസ്ഖാഉ ബിൽ അൻവാ, ഞാറ്റുവേലകൾ കൊണ്ട് മഴ ലഭിക്കുന്നു എന്ന് പറയുന്നത് അത് തൗഹീദിന്റെ മസായിലുകളിൽ, അത് തൗഹീദിന് വിരുദ്ധമാകുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി അധ്യായം ചേർത്ത് പറഞ്ഞു. അത് പ്രത്യേകിച്ചുള്ള ഒരു മസലയാകയാൽ അത് ഖാസ്സായ ഒരു മസല ചേർത്തു. ഇനി മഴ മാത്രമല്ല, ജീവിതത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന നിഅമത്തുകളുടെയും കാര്യത്തിൽ ഇതേപോലെ ആ നിഅമത്തിന്റെ സ്വാലിഹായിരിക്കുന്ന ആ നിഅമത്തിന്റെ സൃഷ്ടാവും ആ നിഅമത്തിന്റെ ദാതാവുമായ അല്ലാഹുവിലേക്ക് അത് ചേർത്ത് പറയാതെ അസ്ബാബുകളിലേക്കോ മറ്റുള്ളവരിലേക്കോ ചേർത്ത് പറയുന്ന സ്വഭാവമുണ്ട്. ഏത് നിഅമത്താണെങ്കിലും അതിനെ മൊത്തത്തിൽ ആമായിട്ട് അധ്യായം ചേർത്ത് പറഞ്ഞു. ബാബു ഖൗലില്ലാഹി തആല യഅരിഫൂന നിഅമത്തല്ലാഹ് ثم ينكرونها. അതിൽ എല്ലാം പെടും. അതിനാൽ ഒന്നാമത്തെ മസല തഫ്സീറു മഅരിഫത്തിൻ നിഅമ വ ഇൻകാരിഹാ. നിഅമത്തിന്റെ വ്യാഖ്യാനം എന്തൊക്കെയാണ്, അത് നിഷേധിക്കുക എന്നതിന്റെ വ്യാഖ്യാനം എന്തൊക്കെയാണ്? അതിന് രണ്ട് വ്യാഖ്യാനമാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ അതെന്റേതാണ്, എനിക്ക് ഇന്നവൻ മുഖേന കിട്ടിയതാണ്, ഇതെന്റെ സ്വത്താണ്, എന്റെ ബാപ്പ എന്റെ തറവാട് വക എനിക്ക് കിട്ടിയതാണ് എന്ന് പറയുന്നത് ആ ഇനത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇന്ന വ്യക്തിയില്ലായിരുന്നുവെങ്കിൽ ഈ കാര്യം നടക്കുമായിരുന്നില്ല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു കിട്ടുമ്പോൾ ഇത് ഞങ്ങളുടെ ഇലാഹുകൾ, ഞങ്ങളുടെ ദൈവങ്ങൾ, ആ ദൈവങ്ങൾ നടത്തിയ ശുപാർശയുടെ ഫലമാണ്, അവയുടെ ദാക്ഷിണ്യമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് അതിൽപ്പെട്ടതാണ്. ഇതാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, അള്ളാഹ് ചെയ്ത നിഅമത്തിനെ അവരറിയുന്നു, എന്നിട്ട് അവരതിനെ നിഷേധിച്ചു. അള്ളാഹ് അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ നിഅമത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു എന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ടും പിന്നെ നബിയെ നിഷേധിക്കുകയും കളവാക്കുകയും എന്നിട്ട് പിന്തിരിഞ്ഞു പോകുകയും ചെയ്തിട്ടുള്ളത് അതുമാകാം. അതും ഈ നിഅമത്തിൽപ്പെട്ടതാണ്. അതിനെ നിഷേധിക്കാതെ പറഞ്ഞാൽ അള്ളാഹുവിന്റേതാണ് നിഅമത്ത് എന്ന് മൊത്തത്തിൽ അംഗീകരിക്കുകയും, എന്നാൽ ഓരോ നിഅമത്തുകളും വരുമ്പോൾ അതിനെ വക ചേർക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാതെ അസ്ബാബുകളിലേക്കോ മറ്റുള്ളവരിലേക്കോ ചേർത്ത് പറയുന്നു. അതാണ് അതിനെ ഇൻകാർ ചെയ്യുന്ന രീതി. അസ്സാരിയത്തു മഅരിഫത്തു അന്ന ഹാദാ ജാരിൻ അലാ അൽസിനതി കസീർ. രണ്ടാമത്തേത്, ഇതൊരു അധ്യായമായി ഈ മഹത്തായ ഗ്രന്ഥത്തിൽ എടുത്തു ചേർത്തത്.
ഈ ബോധമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഇത് ചെറുതല്ല, ഇത് ചെറുതല്ല, ഇത് വലിയ കാര്യമാണ്. ഇത് വലിയ കാര്യമാണ്. കാരണം ഒട്ടുമിക്ക ആളുകളുടെയും നാവിൽ ഇതുണ്ട്. ഇവിടെ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യം, അശ്ശിർകുൽ അസ്ഗർ അക്ബർ മിനൽ കബായിർ. അശ്ശിർകുൽ അസ്ഗർ അക്ബർ മിനൽ കബായിർ. ഈ പറഞ്ഞിട്ടുള്ളത് അഹ്ലുസുന്നത്തിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ഖാഇദയാണ്. ശിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത് തന്നെ വൻ പാപത്തെക്കാളും വലുതാണ്. വൻ പാപങ്ങളെക്കാളും വലുതാണ് ശിർക്കുൻ അസ്ഗർ തന്നെ. എന്താ അതിന്റെ തെളിവ്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ പേരിൽ ഒരു കള്ളസത്യം ചെയ്യുന്നത്, അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ സത്യം ചെയ്തു, പക്ഷെ ആ സത്യം ചെയ്തത് കളവായിരുന്നുവെങ്കിൽ അതാണ് എനിക്ക് എളുപ്പമായിട്ടുള്ളത്. ഏതിനേക്കാൾ? അല്ലാഹു അല്ലാത്ത ഒരുത്തന്റെ പേരിൽ സത്യമായ ഒരു കാര്യം സത്യം ചെയ്ത് പറയുന്നതിനേക്കാൾ. കാരണം എന്താ? അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞു, ആ കാര്യം കളവായിരുന്നു, ഇല്ലാത്തതാണ് സത്യം ചെയ്തതെങ്കിൽ അതൊരു വൻ പാപമേ ആകുന്നുള്ളൂ. അതൊരു വൻ പാപമേ ആകുന്നുള്ളൂ. മറിച്ച് ഞാൻ സത്യം ചെയ്ത് പറയുന്നു, അള്ളാന്റെ പേരിലല്ല. എന്താണ്? എന്റെ ഉപ്പമാരും ഉപ്പാപ്പമാരും എന്റെ പൂർവികർ തന്നെയാണ് സത്യം എന്നൊരാൾ പറഞ്ഞു, എന്നിട്ട് സത്യം ചെയ്തു. പറഞ്ഞത് നേരായ കാര്യമാണ്, പക്ഷേ അത് ശിർക്കുൻ അസ്ഗറാണ്. അതുകൊണ്ടാണ് ശിർക്കുൻ അസ്ഗർ അക്ബറു മിനൽ കബായിർ. വഹാദിഹി ഖാഇദ വഹാദ അസ്ൽ ഇൻദ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ മുറുകെ പിടിക്കുന്ന അസ്ലുകളിൽപ്പെട്ട ഒരു അസ്ലാണ് അശ്ശിർക്കുൽ അസ്ഗറു അക്ബറു മിനൽ കബായിർ. അശ്ശിർക്കുൽ അസ്ഗറു അക്ബറു മിനൽ കബായിർ. മൈനർ ശിർക്ക് തന്നെ ഏറ്റവും വലിയ വൻപാപങ്ങളെക്കാളും വലുതാകുന്നു. അതിനുള്ള തെളിവാണ് ഞാൻ ഇതില് റസൂലിന്റെ ഖൗലായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഹലഫ് സമൂസായിട്ടുള്ള ഹലഫ് അതിനേക്കാൾ ലളിതമാണ്. അള്ളാഹുവിന്റെ പേരിൽ കള്ളസത്യം ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പേരിൽ കള്ളസത്യം ചെയ്താൽ അത് കബീറത്താണ്. എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഒരു സത്യം ചെയ്തു, അത് ശരിയാണെങ്കിൽ പോലും അത് ശിർക്കുൽ അസ്ഗറാണ്. അതാണ് ഗൗരവം കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ കബായിറുകളെക്കാളും ഗൗരവതരമായിട്ടുള്ള ഈ ശിർക്ക്, നാവിൽ സംഭവിക്കുന്ന ലഫ്ളിയായ ശിർക്ക്, ഈ ശിർക്കുൽ അസ്ഗർ, അത് ഇന്ന് ഒട്ടുമിക്ക ആളുകളുടെയും സംസാരത്തിൽ നിരന്തരം സംഭവിക്കുന്നതാണ്. ഇതൊന്നും വരരുതേ എന്ന് കരുതുന്ന, ഈ ശിർക്കുൽ അസ്ഗറിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്ന് നിർബന്ധ ബുദ്ധി പുലർത്തുന്ന ആളുകൾക്ക് തന്നെ, അവരിൽ തന്നെ അറിഞ്ഞും അറിയാതെ ധാരാളമായി അവരുടെ നാവിൽ ഇത് സംഭവിക്കാറുണ്ട്. അതാണ് മാരിഫത്തു അന്ന ഹാദാ ജാരിൻ അലാ അൽസിനതി കസീർ. المسألة الثالثة تسمية هذا الكلام إنكارا للنعمة. അള്ളാഹു ചെയ്ത് തന്നിട്ടുള്ള ഒരു നിഅമത്ത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയേണ്ടതിന് പകരം മറ്റുള്ളവരിലേക്കോ അല്ലെങ്കിൽ അസ്ബാബുകളിലേക്കോ ചേർത്ത് പറയുന്നതിനെയാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻകാറു നിഅമ, നിഅമത്തിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. യഅരിഫൂന നിഅമത്തല്ലാഹ് ثم ينكرونها എന്ന് പറഞ്ഞിട്ടുള്ളത് നിഅമത്ത് ചെയ്തു തന്ന അല്ലാഹുവിലേക്കല്ലാതെ അതിന്റെ അസ്ബാബുകളിലേക്കോ മറ്റു വ്യക്തികളിലേക്കോ ചേർത്ത് പറയുന്നതിനെയാണ് ثم ينكرونها എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വർണ്ണിച്ചിട്ടുള്ളത്. അർറാബിഅത്തു, നാലാമത്തേത് ഇജ്തിമാഉൽ നിദ്ദൈനി ഫിൽ ഖൽബ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അവര് ആത്മസംഘർഷത്തിലാണ്. അവരുടെ മനസ്സിൽ ഒരേ സമയത്ത് പരസ്പര വിരുദ്ധമായ, ഒരിക്കലും തന്നെ സമന്വയിപ്പിക്കാൻ കഴിയാത്ത രണ്ടാശയങ്ങൾ, വിരുദ്ധമായ രണ്ടാശയങ്ങൾ മനസ്സിൽ പേറി നടക്കുകയാണ്. ഒരു സമയത്ത് തന്നെ അവരറിയുന്നു ഇതെല്ലാം അള്ളാഹുവിന്റേതാണ്. അതേ സന്ദർഭത്തിൽ അതിലെ ഓരോ നിഅമത്തിനെ കുറിച്ചും അവർ എടുത്ത് പറയുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ അത് അള്ളാഹുവിന്റേതാക്കിയിട്ടല്ല മറ്റുള്ളവരിലേക്ക് ചേർത്തിട്ടാണ് ക്രെഡിറ്റ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അള്ളാന്റെതാണ് നിഅമത്ത് എന്നവർ അറിയുന്നു, അതൊരു ഭാഗത്ത്. ആ നിഅമത്തുകളെ കുറിച്ച് അവർ പറയുമ്പോൾ നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേടായിട്ട്, അള്ളാഹുവിലേക്ക് ചേർക്കേണ്ടതിന് പകരം അള്ളാഹുവിൽ നിന്നത് നിഷേധിച്ചിട്ട് അള്ളാഹുവല്ലാത്തവരിലേക്ക് ചേർത്ത് പറയുന്ന ഈ ആത്മസംഘർഷത്തിന്റെ അവസ്ഥയിലാണ് ഇത്തരക്കാരുണ്ടായിത്തീരുന്നത്.
ഇതാണ് ഈ അധ്യായത്തിലുള്ളത്. ഒന്നുകൂടി അതിന്റെ നഫ്സ് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം, ദീർഘിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ബാബു ഖൗലില്ലാഹി തആല, തലവാചകം സ്വന്തമായ വചനമല്ല, ഖുർആനിന്റെ ഒരു വചനം. സൂറത്തുൽ നഹ്ലിലുള്ള 84-ാമത്തെ ആയത്ത്. യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹാ. അധിക കോപ്പികളിലും അത്ര മാത്രമേ ഉള്ളൂ. പഴയ കോപ്പികളിലൊക്കെ വഅക്സറുഹുൽ കാഫിറൂൻ എന്ന ആയത്ത് പൂർണ്ണമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ അല്ലാഹുവിന്റെ നിഅമത്തിനെ അറിയുന്നു, പിന്നീട് അതിനെ അവർ നിഷേധിക്കുന്നു. അവരിൽ ഭൂരിഭാഗം ആളുകളും കാഫിറുകളാണ്. قال مجاهد بن جبر المكي رحمة الله عليه ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞത് മാ മഅനാഹു, ഈ ആശയമാണ്. ഹുവ ഖൗലു റജുൽ ഹാദാ മാലി വരിസ്തുഹു അൻ ആബായി. ഇതെന്റെ ധനം, ഞാൻ എന്റെ പൂർവികരിൽ നിന്ന് അനന്തരമെടുത്തിട്ടുള്ളതാണ്. അവിടെ ധനം അല്ലാത്തതാണ്, അള്ള കൊടുത്തതാണ്. പക്ഷേ ഇപ്പൊ ആ ധനത്തെക്കുറിച്ച് നിഅമത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്റേതിലേക്ക് വരി ചേർത്തു, തന്റെ പൂർവികരിലേക്ക് വരി ചേർത്തു. ഇതാണ് അദ്ദേഹം ചെയ്തത്. ഇത് ഇൻകാറുൽ നിഅമത്താണ്. وقال عون بن عبد الله البصري, അദ്ദേഹം പറഞ്ഞു യഖൂലൂൻ, ഈ ആയത്തിന്റെ ഈ ആയത്ത് പുലരുന്നത് ഇപ്രകാരമാണ്. ഈ ആയത്ത് ജനങ്ങളിൽ എന്തുകൊണ്ട് ഈ ആയത്തിന്റെ സ്വഭാവം ജനങ്ങളിൽ എങ്ങനെയാണ് കാണുന്നത്? യഖൂലൂൻ, അവർ പറയും ലൗലാ ഫുലാനും ലം യകുൻ കദാ വകദാ, ഇന്ന വ്യക്തിയില്ലായിരുന്നുവെങ്കിൽ ലം യകുൻ കദാ വകദാ, ഇന്ന കാര്യം നടക്കുമായിരുന്നില്ല. ആ വ്യക്തി ഒന്നുമല്ല, ആ വ്യക്തി ആ കാര്യം പുലർത്താൻ അള്ള ഉദ്ദേശിച്ചപ്പോൾ, അവന്റെ വശീയത്തുണ്ടായപ്പോൾ അള്ള തഖ്യീർ ചെയ്തു കൊടുത്ത, അള്ള അപ്പോയിന്റ് ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു ടൂള് മാത്രമാണ്. അവിടെയും അള്ളാനെ മാറ്റിയിട്ട് ആ നിഅമത്തിനെ, അള്ള ചെയ്തു കൊടുത്തുള്ള നിഅമത്തിനെ ഈ സബബിലേക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിയിലേക്ക് ചേർത്ത് പറയുന്നു. അതാണ് ഇൻകാറുൽ നിഅമ. فقال ابن قتيبة يقولون بشفاعة آلهتنا هذا بشفاعة آلهتنا. ഇബ്നു ഖുതൈബ പറഞ്ഞു, എന്തെങ്കിലും നിഅമത്തുകൾ കിട്ടിയാൽ അപ്പൊ അത് അള്ള ചെയ്തതാണെങ്കിൽ എന്ന് പറയുന്ന അവര് തന്നെ പറയും, എന്നാലും അത് ഞങ്ങളുടെ ആലിഹത്തിന്റെ, ഞങ്ങളുടെ ദൈവങ്ങളുടെ ശിപാർശ കൊണ്ടാണ് ഇത് കിട്ടിയത് എന്നവർ വലിച്ചെണ്ണ. നിഅമത്ത് അല്ലാഹുവിലേക്ക് കൊടുക്കൂല, ഏതെങ്കിലും കോലത്തിൽ അത് മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറയും. അത് ഇൻകാറുൽ നിഅമത്താണ്. അത് ലഫ്ദിയായിട്ടുള്ള ശിർക്കെങ്കിലുമാണ് നമ്മൾ ചുരുങ്ങിയിട്ടുള്ളത്. ആ ലഫ്ദിയായ ശിർക്ക് ശിർക്കുൽ അസ്ഗറാണ്. ശിർക്കുൽ അസ്ഗർ എന്ന് പറയുന്നത് അക്ബറു മിനൽ കബായിർ, വൻ പാപങ്ങളെക്കാളും ഗൗരവതരവുമാണ്. വഖാല അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം ബിൻ തൈമിയ്യ അൽ-ഹറാനി റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, بعد حديث زيد بن خالد الذي فيه, زيد بن خالد എന്നുള്ള റിവായത്ത്, ആ ഹദീസിൽ ഇപ്രകാരം പറഞ്ഞു, ഇന്നല്ലാഹ തആല ഖാൽ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിർ, എന്റെ അടിമകളിൽ എന്നിൽ വിശ്വസിച്ചവരും എന്നിൽ അവിശ്വസിച്ചവരുമായി രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. അൽ ഹദീസ് വഖദ് തഖദ്ദം, ഈ ഹദീസ് പൂർണ്ണ രൂപത്തിൽ നേരത്തെ കഴിഞ്ഞു പോയതാണ്. വഹാദാ കസീറുൻ ഫിൽ കിതാബി വസുന്ന, ഇങ്ങനെയുള്ള കാര്യം നിഅമത്ത് അല്ലാഹുവിന്റേത്, അത് നമ്മൾ ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു. പക്ഷെ അതിന് ശുക്ർ ചെയ്യേണ്ടതിന് പകരം ആ നിഅമത്ത് അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട്, മറ്റുള്ളവർക്ക് വകയിരുത്തിക്കൊണ്ട് നന്ദികേട് കാണിക്കുന്നു, ആ നിഅമത്തിനെ നിഷേധിക്കുന്നു, നന്ദികേട് കാണിക്കുന്നു, ശിർക്കുൽ അസ്ഗർ ചെയ്യുന്നു. യദുമ്മു സുബ്ഹാന, അല്ലാഹു ഇവിടെ അധിക്ഷേപിക്കുന്നത് മൻ യുദീഫു ഇൻആമ, അവൻ നിഅമത്ത് ചെയ്യുന്നതിനെ ചേർക്കുന്നത് ഇലാ ഗൈരിഹി, മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറയും. മറ്റുള്ളവരാ ചെയ്യുന്നത്, ഡോക്ടർ ചെയ്യുന്നത്, ഇന്ന വ്യക്തിയെ ചെയ്യുന്നത്, മഴത്താണ് ചെയ്യുന്നത്, യുശ്രികു ബിഹി, എന്നിട്ട് അല്ലാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്യുന്നതിനെ അല്ലാഹു അധിക്ഷേപിക്കുകയാണ്. ഖാല ബഅദു സലഫ്, ഈ ഇൻകാറുൽ നിഅമ, അതിൽ വരുന്ന ശിർക്ക് എത്രത്തോളമാകാം, അതിനെക്കുറിച്ച് സലഫുകളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. കഖൗലിഹിം, ചിലർ പറയുന്ന ഈ വാക്ക് പോലും ഇതിൽപ്പെടും. കാനത്തിൽ റീഹു തയ്യിബ വൽ മല്ലാഹു ഹാദിഖ, കാറ്റ് നല്ലതായിരുന്നു, വളരെ അനുകൂലമായ കാറ്റായിരുന്നു. കപ്പിത്താനാണെങ്കിലോ നല്ല പ്രാഗൽഭ്യമുള്ള, നല്ല പ്രാവീണ്യമുള്ള കപ്പിത്താനുമായിരുന്നു. അതുകൊണ്ടാണ് വളരെ സുരക്ഷിതമായി എത്തിയത്, പെട്ടെന്ന് എത്തിയത്, കാര്യം വിജയിച്ചത് അല്ല. അതൊക്കെ അള്ള വിജയിപ്പിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒപ്പിച്ച് തന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊക്കെ ചെയ്ത് സജ്ജീകരിച്ച് ഒരുമിപ്പിച്ചു കൂട്ടി ശരിയാക്കി തന്ന അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാത്തിടത്തോളം അത് ഇൻകാറുൽ നിഅമ, നിഅമത്തിനെ നിഷേധിക്കലും നിഅമത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് പറയുക മുഖേന ശിർക്കുൽ അസ്ഗർ വരുത്തി തീർക്കലുമാകുന്നു. ഇതുപോലുള്ളത് മിമ്മാ ഹുവ ജാരി, അത് സംഭവിക്കുന്നതാണ്, അത്
ധാരാളമായി സംഭവിക്കാറുള്ളതാണ്. അല അൽസിനതി കസീർ, ഒട്ടുമിക്ക ആളുകളുടെയും ഒരുപാട് ആളുകളുടെ നാവിലൂടെ. വൻതഹ കലാമു അല്ലാഹു അഅലം. അതിന് 4 മസ്അലകൾ പറഞ്ഞു. നിഅമത്തിന്റെ തഫ്സീർ, ഒന്നുകിൽ അള്ളാഹ് ചെയ്തു തന്നിട്ടുള്ള ഇത്തരം നിഅമത്തുകളൊക്കെ അതിൽ വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത്. അതിന്റെ ഇൻകാർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത്, ഓരോ നിഅമത്തിനെയും കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറയുന്നതാണ്, അതിനെ നിഷേധിക്കുക എന്നത്. ഇത് ഒരുപാട് ആൾക്കാരുടെ നാവിൽ അറിഞ്ഞും അറിയാതെയും, പക്ഷെ ഇത് അറിയാതെയാണ് ചെയ്തത് എന്നൊന്നും വെക്കാൻ പറ്റിയ വിഷയമല്ല. ഇതൊക്കെ ഒരു മുസ്ലിം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. അഖീദയുടെ ഇത്തരം കാര്യങ്ങളിൽ വസായിലുകളിലൊന്നും ഒഴിവുകഴിവുണ്ടാകില്ല, ഒഴുതുണ്ടാവില്ല. കാരണം ഇതുപോലുള്ള വസ്ത്രം വന്നപ്പോഴാണ് ഈ അവസ്ഥയിൽ നീ മരിച്ചു പോയാൽ നീ ഒരിക്കലും രക്ഷപ്പെടുമായിരുന്നില്ല. കാരണം അത് ഇതുപോലുള്ളൊരു വസ്തനയിലായിരുന്നു. അഖീദയുടെ വസായിലുകൾ പഠിച്ചേ പറ്റും, ഒഴുതില്ലാത്ത കാര്യമാണ്. തസ്മിയത്തുഹാദിൽ കലാം ഇൻകാറൽ നിഅമ, നിഅമത്ത് അല്ലാഹുവിലേക്കല്ലാതെ മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറയുന്നതിനെയാണ് ഖുർആനിൽ ഇൻകാറുൻ നിഅമ സുമ്മ യുൻകിറൂനഹ, അവർ ആ നിഅമത്തിനെ നിഷേധിക്കുന്നു. നിഅമത്തുകളെ നിഷേധിക്കൽ എന്ന് പേര് പറഞ്ഞിട്ടുള്ളത് അതിനാണ്. അങ്ങനെ നിഅമത്തിനെ നിഷേധിക്കുന്ന ആളുകൾ, മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറയുന്ന ആളുകൾ, അവരുടെ മനസ്സിൽ ഹൃദയത്തിൽ പരസ്പര വിരുദ്ധമായ 2 ആശയങ്ങളാണ് വന്നു ചേരുന്നത്. ഒന്ന് നിഅമത്ത് അല്ലാഹുവിന്റെ, പക്ഷെ ആ നിഅമത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്കുമാണ്. ഈ വൈരുദ്ധ്യം, ആ ആത്മസംഘർഷത്തിന്റെയും ആ വൈരുദ്ധ്യത്തിന്റെയും നടുവിലാണ് അവർ നിൽക്കുന്നത്. ഒരു ശരിയായ മുവഹ്ഹിദ് അവർ മാത്രമേ മനസ്സിന് എപ്പോഴും ഒരുമിച്ച് യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുമില്ലാതെ മാനസികമായ ആ സ്വച്ഛതയും ആ സമാധാനവും ഒക്കെ അവന് കിട്ടണമെങ്കിൽ ശരിയായ തൗഹീദ് വേണം, ഇസ്തിഖാമത്ത് വേണം. هذا والله تعالى أعلم، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.